ധന്യമീ ജീവിതത്തിൽ ചിന്തിക്കുന്നത് ഒരു കാര്യമാണ്. അഭിനയം എന്ന വിഷയത്തെക്കുറിച്ചാണ്. അഭിനയത്തെക്കുറിച്ച് നമുക്ക് അറിയുന്ന കാര്യമൊന്നും പറയേണ്ട കാര്യമില്ല. എല്ലാവർക്കും അറിയുന്ന കാര്യം, അതിന് വലിയ പ്രസക്തി ഇല്ല. ആദ്യം അഭിനയം എന്നുള്ള വാക്കിൻ്റെ അർത്ഥത്തിലേക്ക് പോകാം. അഭിമുഖീകരിച്ച് നയിക്കുന്നതാണ് അഭിനയം. ഇത് നിസ്സാര കാര്യമല്ല. എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആൾക്ക് പരമമായ സത്യത്തെ മനസ്സിലാക്കാൻ, ഈശ്വരാഭിമുഖമായി ഈ വ്യക്തിയെ മാറ്റാൻ, സത്യത്തെ കണ്ടുപിടിക്കാൻ ഞാൻ ചെയ്യുന്നൊരു ടെക്നിക്കാണ് അഭിനയം. അഭിനയമാണെന്ന് എനിക്കറിയാം, അയാൾക്കും അറിയാം, രണ്ടു കൂട്ടർക്കും അറിയാം. അപ്പം അഭിനയം വേണ്ടേ? അഭിനയം വേണം. ആ വ്യക്തിയെ അഭിമുഖീകരിച്ച് നയിക്കണം. 1-ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് 8, 5, 13 എന്നൊക്കെ പറയുമ്പോൾ മനസ്സിലാവുകയില്ല. 8 കല്ലെടുത്ത് വെച്ചിട്ട് എണ്ണാൻ പറയും. ഇപ്പുറത്ത് 5 കല്ല് വെച്ചിട്ട് എണ്ണാൻ പറയും. ഇത് രണ്ടും കൂടി കൂട്ടിച്ചേർത്തു. 1 എണ്ണ് 13. അപ്പോൾ 8, 5 എത്രയായി? 13 ആയി. ഇതേമാതിരി ഒരു നാടകം, അഭിനയം എന്ന് പറഞ്ഞാൽ, നാടകം എന്ന് പറഞ്ഞാൽ തന്നെ നാടകത്തിൻ്റെ അർത്ഥത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല, വിഷയം മാറിപ്പോണ്ടാച്ചിട്ട്. അഭിമുഖീകരിക്കണം. ഈ അഭിമുഖീകരിക്കുമ്പോൾ ഒരു ഭാവാത്മകമായ ഭാവത്തിലേക്ക് നടൻ വരും. ആ നടൻ അഭിനയിക്കുമ്പോൾ ഒരു പ്രത്യേക മൂഡിലേക്ക് വരും. അപ്പോഴേ അഭിനയിക്കാൻ പറ്റുള്ളൂ. മലയാളത്തിലെ വളരെ ഒന്നാം കിടയിൽ നിൽക്കുന്ന ഒരു നടി എന്നോട് സംഭാഷണ മധ്യേ പറഞ്ഞു, ഒരു പടം കഴിഞ്ഞാൽ എനിക്കൊരു ഗ്യാപ്പ് കിട്ടിയില്ലെങ്കിൽ ശരിയാവില്ല. ആ ക്യാരക്ടർ എന്നിൽ നിന്ന് പോകണം. ആ ക്യാരക്ടർ എന്നിൽ നിന്ന് പോകണം. ഭാവാത്മകതയിലേക്ക് വരുമ്പോൾ ഒറിജിനലിനേക്കാൾ ശക്തി അതിന് വരും. വളരെ കാലമായിട്ട് ആലോചിച്ചിട്ട് ഇതൊന്ന് എഴുതിയേ പറ്റൂ എന്നും വിചാരിച്ച് ഞാൻ കഥ എഴുതും. എഴുതിയാലേ മനസ്സമാധാനമുള്ളൂ. എഴുതി കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് വായിച്ചു നോക്കാനും എനിക്ക് ഇഷ്ടമല്ല, തിരിഞ്ഞു നോക്കാനും ഇഷ്ടമല്ല. ആ ഭാവാത്മകതയിൽ നിന്ന് ഞാനൊന്ന് മാറണം. ഇപ്പോൾ 5 കൊല്ലം കൊണ്ടാണ് ശ്രമിച്ചൊരു നോവൽ എഴുതിയിരിക്കുന്നത്. വായിക്കാനായിട്ട് ഭാര്യയോട് വായിക്കാൻ പറഞ്ഞു, വായിക്കാൻ കൊടുത്തു. വായിക്കാൻ കൊടുത്തതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ, ഇത് എൻ്റെ സ്ക്രിപ്റ്റിൻ്റെ അടി തന്നെ വെക്കരുത്. ഇനി അത് തലയ്ക്കകത്തന്നെ ചിന്തിച്ച് ഇതൊന്ന് മേലിൽ നിന്ന് പോകണപ്പോൾ അത് മേലിൽ നിന്ന് പോയാലേ എനിക്ക് ഫ്രഷായിട്ടൊരു കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ വെക്കണ്ട, കൊണ്ടുപോയി ഭാര്യ അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് വായിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഭാവാത്മകതയിലേക്ക് വരുമ്പോൾ സത്യത്തിനേക്കാൾ ശക്തി ഒന്നിനുമില്ല, എങ്കിലും പറയുകയാണ്, ഈശ്വര വിശ്വാസം. എൻ്റെ ഉപാസനാ ദേവത, എൻ്റെ ഉപാസനാ ദേവതയെക്കുറിച്ച് ഭാവാത്മകമായ രീതിയിലേക്ക് ഞാൻ മാറുമ്പോൾ വളരെ ശക്തിയാണ്. തമാശയ്ക്ക് ഞാൻ ഒരാളോട് പറഞ്ഞു, എൻ്റെ ഉപാസനാ ദേവത ഇന്നലെ പ്രത്യക്ഷപ്പെട്ടിട്ട് എന്നോട് പറഞ്ഞു, എപ്പോഴും ഇങ്ങനെ എന്നെ കാണാൻ വരണ്ടാകുന്നത്. എന്താണോ നിനക്ക് ചില പണിയൊക്കെ എപ്പോഴും നീ ഇങ്ങനെ ഓടി വന്നല്ലോ. അതുവരെ യാത്ര ചെയ്ത് പോയി വന്ന് വീട്ടിൽ വന്നിട്ട് 1 മാസമെങ്കിലും ആവണ്ടേ. ഇവിടെ വന്ന് ഡ്രസ്സൊക്കെ മാറ്റി ക്ഷീണം കഴിഞ്ഞു
വീണ്ടും പോകണം തോന്നുകയെ. ഭാവാത്മകതയിലേക്ക് വരുമ്പോൾ ഏത് ദേവതയെന്ന് പറയാം, മൂകാംബിക. ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം അതിലും ശക്തിയുള്ള സരസ്വതി എന്ന ദേവതയാണ്. ഈ ഭാവാത്മകതയ്ക്ക് ശക്തി ഉണ്ടായതുകൊണ്ടാണ് ഒരു സ്ഥലത്തെ സബ് ഇൻസ്പെക്ടർ അഭിനയിക്കാൻ വന്നു നാടകത്തിൽ. അപ്പോൾ അയാൾ സബ് ഇൻസ്പെക്ടറായിട്ട് അഭിനയിക്കുന്നു. പക്ഷെ അതിനേക്കാൾ നന്നായിട്ട് അഭിനയിക്കുന്നത് സബ് ഇൻസ്പെക്ടർ അല്ലാത്ത ആളാണ്. എന്താ SI ഇതൊന്നും അറിയില്ല. യഥാർത്ഥ SI അഭിനയിക്കുമ്പോൾ ഈ എഫക്റ്റ് കിട്ടുന്നില്ല. ആ യഥാർത്ഥ SI അഭിനയിക്കുമ്പോൾ താൻ SI ആണ്, പക്ഷെ ഈ വ്യക്തി അതല്ല. ഈ വ്യക്തി എമോഷണലായിട്ട് ഭാവാത്മകമായിട്ട് ഒരു തലത്തിലേക്ക് ഉയരുകയാണ്. രണ്ടാളുടെ അഭിനയം കണ്ടാൽ മൂന്നാമതൊരാൾ പറയുക ഇയാളാണ് കേട്ടോ യഥാർത്ഥ SI എന്ന് SI അല്ലാത്ത ആളെ നോക്കി പറയും. ഇക്കാരണം കൊണ്ട് തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, പുരുഷന്മാർ അവരിലെ സ്ത്രീ ഭാഗത്തെ, സ്ത്രീ എന്ന ഭാവത്തെ വികസിപ്പിക്കുന്ന അവസരമുണ്ട്. പൊതുവെ സ്നേഹം, കാരുണ്യം, മാതൃത്വം ഇതൊക്കെ ഒരു ലാസ്യഭാവമായിട്ടാണ് ചേർന്ന് നിൽക്കുന്നത്. സ്നേഹം ആ ചേർന്ന് നിൽക്കുന്നതുകൊണ്ടാണ് വലിയൊരു ഫിലോസഫർ കാഴ്ചയിൽ ഒരു ഗുസ്തിക്കാരനെ പോലെ ആവില്ല. ഗുസ്തിക്കാരൻ മോശമെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. ഗുസ്തിക്കാരൻ്റെ പ്രാധാന്യമുണ്ട്. കാരണം അദ്ദേഹത്തിൽ നിന്ന് അദ്ദേഹം ഡെവലപ്പ് ചെയ്യുന്നത് ആ വ്യക്തിയുടെ മാതൃത്വത്തെയാണ്. ആ മാതൃത്വത്തെ ഡെവലപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് ഫിലോസഫേഴ്സൊക്കെ അവരെ നടത്തം, ഇരിപ്പ്, സ്റ്റേജിലേക്ക് വരവൊക്കെ ഒരു സിംഹത്തിൻ്റെ പൗരുഷം ആയിരിക്കില്ല, കുറച്ചൊരു സ്ത്രൈണഭാവം അവരിലുണ്ടാവും. നമ്മുടെ അമ്മയ്ക്ക് സ്ത്രൈണഭാവമാണ്, സഹോദരിക്ക് സ്ത്രൈണഭാവമാണ്. ആ സ്ത്രൈണഭാവത്തിൽ നിന്നാണ് കാരുണ്യം വരിക. ഇക്കാരണം കൊണ്ട് തന്നെ ഉദാഹരണം എടുത്ത് പറയുന്നില്ല, നമ്മൾ ദൈവം എന്ന് വിളിക്കുന്ന മനുഷ്യർക്കൊക്കെ ഒരു സ്ത്രൈണഭാവമുണ്ട്. ശ്രീകൃഷ്ണന് വരെയും. ശ്രീകൃഷ്ണൻ അസുരന്മാരെയൊക്കെ നിഗ്രഹിച്ചു എന്നൊക്കെ കഥ പറയുമ്പോൾ ആ നിഗ്രഹിക്കത്തക്ക വിധം അവരെക്കാളൊക്കെ വലിയൊരു ഭീകരരൂപിയാണോ ശ്രീകൃഷ്ണൻ? കാഴ്ചയിൽ, നമ്മുടെ സങ്കല്പത്തിൽ അല്ല. സ്നേഹമാണ് മുഖമുദ്ര. സ്നേഹത്തിൻ്റെ പാരമ്യത എന്ന് പറയുമ്പോൾ മാതാവാണ്, പരാശക്തിയാണ്. പരാശക്തിയുടെ ഉപാസകർക്കറിയാം, ഞാൻ പരാശക്തിയുടെ ഉപാസകനാണ്. ആ ഉപാസന കഴിഞ്ഞിട്ടാണ് ഇന്നത് റെക്കോർഡ് ചെയ്യുന്നത്. അതിൽ സ്നേഹത്തെ നമ്മൾ ഉദ്ദീപിക്കുമ്പോൾ സ്നേഹത്തിൻ്റെ ഒരു സ്വഭാവമാണ് മാതൃത്വം, ചെറിയ ഒരു സ്ത്രൈണ ഭാവം. പൂജാരിമാർക്കത് ഉണ്ടാവാറുണ്ട്. കാഞ്ചീപുരത്തെ ഒരു പൂജാരി ആ ഐഡൻറ്റിഫിക്കേഷൻ, ഭാവാത്മകത കൂട്ടാനായിട്ട് രാവിലെ പരാശക്തിയെ പൂജിക്കുമ്പോൾ സാരി ചുറ്റിയാണ് ഇരിക്കുക. സാരി ചുറ്റിയിട്ടാണ് പൂജിക്കുക. അതുമായിട്ട് ഐഡൻറ്റിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയാണ് അത് ചെയ്യുന്നത്. ഈ ഭാവാത്മകതയിലേക്ക് വരുമ്പോൾ ഇന്നത്തെ ദിവസം വന്ന സംസാരിക്കാനായിട്ട് വന്ന, കൗൺസിലിങ്ങിന് വന്ന ഒരാളോട് പറയേണ്ടി വന്നൊരു കാര്യമാണ്. ഞാൻ പറഞ്ഞു ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. നമുക്ക് ഈ ശ്രദ്ധിച്ച് കേട്ട് ശീലമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഇമ വെട്ടുകയും
ചൂണ്ടുവിരൽ കൊണ്ട് ആംഗ്യം കാണിക്കുകയോ ചെയ്യരുത്. ഒന്ന് കേൾക്കണം. താങ്കൾ തന്നെ എന്നോട് വർത്തമാന മധ്യേ പറഞ്ഞ ഒരു വാചകമാണ്. തെറ്റും ശരിയൊക്കെ നിങ്ങൾ ആലോചിക്കുക. നിങ്ങൾ പറഞ്ഞൊരു വരിയാണ്, അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും അമ്മയുടെ അത് അത്ര വരില്ല എന്നൊരു വരി പറഞ്ഞില്ലേ? പറഞ്ഞു സാർ. എന്തൊക്കെ പറഞ്ഞാലും അമ്മയല്ലേ വയറ്റിൽ വിട്ട് വളർത്തി വലുതാക്കി, അമ്മയ്ക്ക് തുല്യം ആവില്ല. ഞാൻ പറഞ്ഞു അമ്മയ്ക്ക് തുല്യം ആവില്ല, ഫുൾ സ്റ്റോപ്പ്. അമ്മയ്ക്ക് പ്രാധാന്യമുണ്ട്. എത്രയോ കഥകളും അനുഭവവും വെച്ച് രണ്ടാം സ്ഥാനമേ വരുള്ളൂ. പക്ഷെ വലിയ കാര്യങ്ങളെ താരതമ്യം ചെയ്യരുത്, ശീലിക്കരുത്. വളരെ വലിയ കാര്യങ്ങളെ താരതമ്യം ചെയ്ത് ശീലിക്കരുത്. അച്ഛനോ അമ്മയോ വലുത് എന്ന് നമ്മൾ വെറുതെ ഡിസ്കസ് ചെയ്യരുത്. അങ്ങനെയുണ്ടോ? അത് ചർച്ച ചെയ്യരുത്. നമ്മൾ ഇഷ്ടപ്പെട്ട രണ്ട് വ്യക്തികളെ പറ്റി താരതമ്യം ചെയ്യരുത്. അച്ഛനാണോ ഗുരുവാണോ വലുത്, അങ്ങനെ പറയുകയേ ചെയ്യരുത്. ഗുരുവിന് ഗുരുവിൻ്റെ പ്രാധാന്യമുണ്ട്, അച്ഛൻ്റെ പ്രാധാന്യമുണ്ട്. താരതമ്യം വരുമ്പോൾ ഒന്നിനെ വേറൊന്നിനേക്കാൾ താഴ്ത്തേണ്ടി വരും. താരതമ്യം വരുമ്പോൾ ഒന്നിനെ മറ്റൊന്നുമായിട്ട് താഴ്ത്തേണ്ടി വരും. അതിൻ്റെ പേരാണ് പരദൂഷണം. അച്ഛനാണ് എനിക്ക് വലുത്, വളർത്തിയത് അച്ഛനാ എന്ന് പറയുമ്പോൾ തന്നെ അച്ഛനെ അമ്മയേക്കാൾ വലുതെന്നുള്ള വരി പറയരുത്. രണ്ടിനും പ്രാധാന്യമുണ്ട്. മക്കളെ വളർത്തുന്ന കാര്യം വരുന്ന സമയത്ത് അവരുടെ സംരക്ഷണം കൊടുക്കുന്നത് അമ്മയാണ്. അമ്മ തികച്ചും ഒരു പരുഷഭാവത്തിലേക്ക് വരണം, അല്ലാതെ പറ്റില്ല. അവർ തികച്ചും പരുഷമായ ഭാവത്തിൽ തൻ്റെ കുട്ടികളെ സംരക്ഷിക്കണ്ടേ? കുട്ടികളടുത്ത് നിൽക്കുമ്പോൾ പടക്കോഴി ആക്രമിക്കാൻ വരുന്നത് കാണാറില്ലേ? പടക്കോഴിക്ക് എവിടുന്നാണ് ശക്തി കിട്ടിയത്? പട്ടി പ്രസവിച്ച് കിടക്കുമ്പോൾ ആരെങ്കിലും അടുത്തേക്ക് എന്നാൽ പട്ടി ചാടില്ലേ? ആ പുരുഷശക്തി എന്ന ഭാവാത്മകതയിലേക്ക് ആ പട്ടി നീങ്ങുകയാണ്. കുട്ടികൾ അവിടെ ഇല്ലെങ്കിൽ ഇത് ശക്തി ശേഷം പ്രവർത്തിക്കുകയും ഇല്ല. എത്രയോ പിതാക്കന്മാർ മാതാവന്നെ, അവർ മാതാവന്നെയാണ്. അമ്മ മരിച്ച പോയെങ്കിൽ മക്കളോട് സ്നേഹം കുറച്ചും കൂടി കൂടും. നല്ല പിതാക്കന്മാരെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അമ്മ ഇല്ലാത്ത മക്കളാണേ. ആ കുട്ടികളുടെ എച്ചിൽ പാത്രം കഴുകുക അച്ഛൻ, എച്ചിൽ പാത്രം കഴുകുക, അവരുടെ ഡ്രസ്സ് കംപ്ലീറ്റ് വാങ്ങി അവർ പോകുമ്പോഴേക്കും ഈ അച്ഛൻ ആ ഡ്രസ്സ് മുഴുവൻ അലക്കി ഇസ്ത്രി ഇട്ട് അവരുടെ ബാഗ് കൊണ്ടുവയ്ക്കണം. അമ്മയേക്കാൾ ശക്തിയാണ് അച്ഛൻ. ഇതിനെയാണ് ഭാവാത്മകതയിലേക്ക് വരുമ്പോൾ പവർ, ശക്തി ശതഗുണീഭവിക്കും. എന്നെ സംരക്ഷിക്കുന്ന കവചമാണ് എൻ്റെ ഉപാസനാമൂർത്തി, സംശയമില്ല. നമ്മുടെ ശക്തി വർദ്ധിക്കുകയാണ്. ഉപാസനാമൂർത്തിക്ക് ശക്തി കൊടുക്കുന്നത് നമ്മളാണ്. ആ ഉപാസനാമൂർത്തിക്ക് ആ ശക്തി കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇത് അഭിനയമാണേ. അല്ല, അഭിനയം എന്നൊക്കെ പറഞ്ഞാൽ ഈ ഭാവാത്മകതയുടെ ചെറിയൊരു ഭാഗം മാത്രമേ വരുന്നുള്ളൂ എങ്കിൽ പോലും അതിന് വലിയ ശക്തി ആണ്. ഇന്നലെ ഉണ്ടായൊരു അനുഭവം പറയുകയാണ്. മാങ്കാവിൽ എൻ്റെ വീടിൻ്റെ ഗേറ്റ് അങ്ങോട്ട് കടന്ന് ഞാൻ പുറത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ അയൽവാസികളായുള്ള രണ്ട് പെൺകുട്ടികൾ, വളരെ ചെറുപ്പക്കാരികളാണ്, ഒരു 17-18 വയസ്സ് പ്രായമുണ്ട്. 2-3 നായകൾ ഒരുമിച്ച് ഇങ്ങോട്ട് കുരച്ചുകൊണ്ട് വന്നു.
ഞാൻ ഈ കുട്ടികളോട് പറഞ്ഞു ഓടരുത് ഓടരുത് എന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് ഉറക്കം ശബ്ദം ഉണ്ടാക്കി, നിന്ന് ശബ്ദം ഉണ്ടാക്കലെന്ന് കൊടുത്തുള്ളൂ. അപ്പം നായകൾ അവിടെ നിന്നു. അപ്പം ഞാൻ ഈ കുട്ടികളോട് പറഞ്ഞു, നിങ്ങളെ ഞാൻ കടത്തി വിടാം, പേടിക്കണ്ട എന്നുള്ളു. അല്ല, അമ്മയെ കൂട്ടി വരാം, ഞാൻ അവരെ സംരക്ഷിക്കുന്നു പറയുമ്പോൾ അവർക്കൊരു ഉറപ്പ് പോരാ. 2-3 തവണ പറഞ്ഞു, കുട്ടികൾ കേട്ടില്ല. ചെറുപ്പക്കാർ പെൺകുട്ടികൾ, തൻ്റെടുള്ള പെൺകുട്ടികൾ അമ്മയെ കൂട്ടാനായിട്ട് പോയി. ചിലപ്പോൾ അടുത്ത വീട് എവിടെയെങ്കിലും ആയിരിക്കും, എൻ്റെ വീടിൻ്റെ അടുത്തായിരിക്കും, എനിക്ക് അവരുടെ മുഖം ഓർമ്മയില്ല. അപ്പം ആ കുട്ടികളുടെ ഉള്ളിലെ വിചാരം സംരക്ഷണത്തിന് അമ്മ, ഇനിയിപ്പോൾ അമ്മമാരെ ഞാൻ കണ്ടില്ല, വന്നാൽ ഇവരുടെ അത്രയും ആരോഗ്യം ഉണ്ടാവണമെന്നില്ല. വഴിയിൽ നായ വന്നാലും സംരക്ഷിക്കുന്നത് അമ്മയാണ്. എനിക്ക് ഉള്ളിൽ ചിരിയും വന്നു. അമ്മ അടുക്കളപ്പണി എടുക്കുമായിരിക്കും, ആ സമയത്ത് 2 പെൺകുട്ടികളും കൂടിയിട്ട് അമ്മ അവിടെ വഴിയിൽ പിയാർനാൻ്റെ വീടിന് മുമ്പിൽ നായകൾ ബലമുണ്ടാക്കിക്കൊണ്ട് ഈ അമ്മയും കൂട്ടി ഇനി വരണ്ടേ അവർ. ഭാവ അമ്മ അപ്പം ആ സമയത്ത് അച്ഛനാണ്. അമ്മയ്ക്ക് അതുവരെ ഇല്ലാത്ത ശക്തി ഇങ്ങോട്ട് വരും. എൻ്റെ കുട്ടികളെ ആക്രമിക്കാൻ ഏത് നായ ഉള്ളതെന്ന് വെച്ചിട്ട് വടിയെടുത്ത് അമ്മ വരുമായിരിക്കും. ശ്രദ്ധിക്കണം, അമ്മയ്ക്ക് തുല്യം തന്നെയാണ് അച്ഛൻ. ചിന്തയ്ക്ക് വിട്ട് വാക്കുകൾ സംവദിക്കുന്നു. നമസ്കാരം.